ഹലോ കൂട്ടുകാരേ! എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് ഒരു ബീറ്റ്റൂട്ടും കുറച്ച് നിലക്കടലയും വെച്ചിട്ട് ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ നല്ല പുളിയൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അപ്പം വായോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാവേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പിലും താഴെയായിട്ട് നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ തൊലി അങ്ങനെ കളയണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ പക്ഷെ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം ചിരകിയെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് വറ്റൽമുളകിന്റെ എണ്ണ ഒക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിനി പൾസ് മോഡിലിട്ട് ഒന്നങ്ങ് ക്രഷാക്കി കൊണ്ടുവരാം. ദാണ്ടെ ഇതുപോലെയാണ് ഒന്ന് ക്രഷാക്കി എടുത്തേക്കുന്നത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാവേ. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനിതിലേക്ക് ഓയിലൊന്നും ചേർക്കുന്നില്ല. ഡയറക്റ്റ് നമ്മുടെ ആ ഒരു ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ബീട്രൂട്ടൊക്കെ നല്ലപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ബീട്രൂട്ടൊക്കെ വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോൺ സ്റ്റിക്കിലൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യം, നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. വളരെ വേവൊന്നും ഇല്ല ഇതിന്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ബീറ്റ്റൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ബീറ്റ്റൂട്ടൊക്കെ കഴിക്കാതെ മാറ്റി വെക്കുന്നവരൊക്കെ കഴിക്കും കേട്ടോ. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ടോ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നല്ല പോലെ ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരല്പം വെള്ളം ഇപ്പോഴും അതിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മളിവിടെ ക്രഷാക്കി വെച്ചേക്കുന്നത് കപ്പലണ്ടിയുടെയും തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഇതിലേക്ക് ഞാൻ കറിവേപ്പില മുന്നേ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമേ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനത് ചേർക്കാൻ വിട്ടുപോയതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു പാടുമില്ല, കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ ഈ ബീറ്റ്റൂട്ടൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ തോരൻ വെച്ച് കഴിക്കുന്നതിലും എത്രയോ ടേസ്റ്റ് ആണെന്നറിയോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കട്ടകളൊക്കെ ഉടച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ കപ്പലണ്ടിയുടെ ഒക്കെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വല്ലതും വേണമെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കാം. ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ഒരു ബീറ്റ്റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ ബീറ്റ്റൂട്ട് തോരനൊക്കെ ഇഷ്ടം അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ പീനട്ടും കൂടെ ചേർത്തിട്ട് ഇതുപോലെ എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിരിക്കും. അത് നല്ല ഹെൽത്തിയും ആയിരിക്കും. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് തോരനാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.